ലൈക്ക് ദിസ് ആൻഡ് ദിസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഇപ്പോഴും എൻ്റെ ചാനലിൽ ആ വീഡിയോസ് ഉണ്ട് ഗൈസ്. ഭയങ്കര ശോകമാണ് കാണുമ്പോൾ. വൻ ബിറ്റ് എന്താണെന്ന് വെച്ചാൽ അമ്മ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇടയിൽ എന്തെങ്കിലും എനിക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് തൊട്ട് ആ വീഡിയോ എടുത്തു തുടങ്ങണം. അപ്പോൾ ഭയങ്കര കോമഡി. ഇപ്പം ആലോചിക്കുമ്പോൾ കോമഡി. അന്ന് ഞാൻ എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് പവർ കൂടി ഗൈസ്, എൻ്റെ പനിയൊക്കെ മാറിയിരിക്കുകയാണ്. ഞാൻ ഫൈനലി ഇന്ന് കുളിച്ചു. ഞാൻ 2 ദിവസം മുന്നായിരുന്നു എൻ്റെ പനി വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം 2 ദിവസം കുറച്ചൊരു കഷ്ടപ്പാടായിരുന്നു. അപ്പം അതൊക്കെ മാറി കിട്ടി. ഇപ്പം ഞാൻ കുളിച്ച് സെറ്റായിരിക്കുകയാണ്. സോ ഇന്ന് കുറച്ച് പവർ ആൻഡ് കുറച്ചെല്ലാം കൂടുതലായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ യൂട്യൂബ് ജേണിയെ കുറിച്ച് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമ്മൾ പനിയൊക്കെ മാറി ഒന്ന് സെറ്റ് ആയതല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ യൂട്യൂബ് ജേണിയെ കുറിച്ച് സംസാരിക്കാമെന്ന്. എൻ്റെ യൂട്യൂബ് ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പല്ല ഗൈസ്, അങ്ങ് പണ്ട് 2019 തുടങ്ങിയതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അന്ന് ചാനൽ തുടങ്ങിയിട്ട് ആകെപ്പാടെ 3-4 വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിപ്പീറ്റഡ്ലി അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് ആ ചാനലിൽ ഞാൻ പൊടി തട്ടി എടുക്കുന്നത്. അപ്പം അന്നത്തെ എൻ്റെ ചാനൽ പറഞ്ഞെങ്കിൽ വൻ കോമഡി ആയിരുന്നു ഗൈസ്. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. അന്ന് ഞാൻ തുടങ്ങാനുള്ള മെയിൻ റീസൺ ചോദിച്ചാൽ, ഞാനൊരു ഫസ്റ്റ് ഇയർ എൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ ബിഗിനിങ് സമയത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചാനൽ തുടങ്ങണമെന്ന് ഒരു ആഗ്രഹം വന്നു. അപ്പം ഒബ്വിയസ്ലി മറ്റുള്ള ചാനൽ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അപ്പം ഞാൻ ആ സമയത്തെന്ന് വെച്ചാൽ കുറേ ഏസ് ഫാമിലി അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ കാണാറില്ല അങ്ങനെ, ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല ഗൈസ്, അതാണ് സത്യാവസ്ഥ. അപ്പം അന്ന് ഞാൻ ഏസ് ഫാമിലി അതുപോലെ മലയാളം ചാനൽസിൽ ഞാൻ ഫസ്റ്റായിട്ട് കണ്ട ഒരു മലയാളം ചാനലാണ് യോ ബ്യൂട്ടിഫുൾ റിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ. ആ ചേച്ചി മേക്കപ്പ് കാര്യങ്ങളാണ് കൂടുതൽ കാണിക്കാറ്. അപ്പം അത് കഴിഞ്ഞു എനിക്ക് റെക്കമെൻഡേഷനിൽ അസ്വി മലയാളം, സിംപ്ലി മൈ സ്റ്റൈൽ, ഉണ്ണി, അങ്ങനെ കുറേ പേരുടെ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ ചാനൽസ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ അതൊക്കെ കണ്ട് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ആശ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്രേവ് എനിക്ക് വന്നു തുടങ്ങി കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഒരു കുന്തം അറിയില്ല, ഇതെങ്ങനെ തുടങ്ങാന്നറിയില്ല, എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല, ഒരു കുന്തം അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സെക്കൻഡ് ഇയർ അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഞാൻ തേർഡ് ഇയർ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വെക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ആ സമയത്ത് ഞാൻ സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്, അങ്ങ് തുടങ്ങിയൊരു ചാനൽ. അപ്പം ഏറ്റവും മിറ്റ് എന്താന്ന് വെച്ചാൽ ഒന്നും അറിയില്ല കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ എങ്ങനെ അറിയില്ല, എഡിറ്റ് ചെയ്യാൻ എങ്ങനെ അറിയില്ല, ബാക്കി മ്യൂസിക് കാര്യങ്ങൾ കൊടുക്കുക ഒരു കുന്തം എനിക്കറിയില്ല. എങ്ങനെ എവിടുന്ന വീഡിയോസ് എടുക്കേണ്ടത്, ലൈറ്റും കാര്യങ്ങളും നോക്കാം, അങ്ങനെ ഒരു കുന്തം എനിക്ക് അറിയണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ സൗദി പോയിട്ട് ചാനൽ അങ്ങ് തുടങ്ങാന്ന് വെച്ച് തുടങ്ങിയിട്ടോ. അപ്പം അന്ന് അങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല, ആകെപ്പാടെ 3-4 വീഡിയോസ് ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തത്. അതും ഞാൻ അപ്ലോഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന ടോപ്പിക്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഞാൻ ഇട്ടത്. ലൈക്ക് ദിസ് ആൻഡ് ദിസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഇപ്പോഴും എൻ്റെ ചാനലിൽ ആ വീഡിയോസ് ഉണ്ട് ഗൈസ്. ഭയങ്കര ശോകമാണ് കാണുമ്പോൾ. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ചിരി വരും. പക്ഷേ അന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അന്നെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, അമ്മയായിരുന്നു എനിക്ക് വീഡിയോ എടുത്ത് തരിക. അപ്പം അച്ഛൻ ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കാണ് വീഡിയോ എടുക്കുക. അപ്പം കുറച്ച് സൈലൻസ് വേണമല്ലോ. അപ്പം ട്രൈപോഡും ഇല്ല, ഒരു കുന്തും ഇല്ല, ഒരു ഫോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലും നിൽക്കും, ലൈറ്റുള്ളവിടെ നിൽക്കും, വീഡിയോ എടുത്ത് തുടങ്ങും. അപ്പം ഞാൻ കുറേ നേരം അപ്പം പറയുന്നുണ്ട് ഗൈസ്, പ്ലീസ് ഇഗ്നോർ, അത് വായിന്ന് വന്നു പോകണ്ട. ഓക്കെ, അമ്മ വീഡിയോ എടുത്ത് തുടങ്ങും. ഞാൻ തലേന്ന് തന്നെ ഇന്ന് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് തലേന്നല്ല, ഒരു 2 days മുന്നേ തന്നെ ഞാൻ അത്യാവശ്യം ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കും കേട്ടോ. എന്നിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങുക. വൻ വിറ്റ് എന്താണെന്ന് വെച്ചാൽ, അമ്മ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും, ഇടയിൽ എന്തെങ്കിലും എനിക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് തൊട്ട് ആ വീഡിയോ എടുത്തു തുടങ്ങണം. കാരണം എനിക്കിത് എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാൻ അറിയില്ലായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്, ഇത്രയും സിമ്പിളാണ് എഡിറ്റിംഗ്. പക്ഷെ അന്ന് എന്തോ എനിക്കറിയില്ല, എൻ്റെ ബുദ്ധി അങ്ങനെയൊന്നും പോയില്ല. അപ്പോൾ ഭയങ്കര കോമഡി. ഇപ്പം ആലോചിക്കുമ്പോൾ കോമഡി. അന്ന് ഞാൻ എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഗൈസ്, എനിക്കറിയില്ല. കാരണം അന്ന് ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു 10 minutes, ചിലതൊക്കെ ഒരു 7 to close to 10-12 minutesൻ്റെ വീഡിയോസ് ആയിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് ഓൾമോസ്റ്റ് കഴിയാനാകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 7-8 minutes ആകുമ്പോഴായിരിക്കും എന്തെങ്കിലും പുറത്ത് ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വല്ലതും തെറ്റിപ്പോകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൾ വരുന്നതോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിലീറ്റ്, വീണ്ടും ഫസ്റ്റ് തൊട്ട് എടുത്തു തുടങ്ങും. ഇതന്നെയായിരുന്നു ഫുൾ. ആ ഒരു 4 വീഡിയോസും ഇങ്ങനെയായിരുന്നു എടുത്തത്.
കാരണം എഡിറ്റിംഗ് അറിയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പം ഞാൻ കുറേ പേരെടുത്ത് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എഡിറ്റിങ്ങിനെ കുറിച്ച്. അപ്പം എന്നാലും ഞാൻ മുന്നോട്ട് പോവും, ഇങ്ങനെ തന്നെ പോകും എന്നുള്ള രീതിയിൽ ഞാൻ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൗദിയിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് കോളേജ് ജോയിൻ ചെയ്തു. അങ്ങനെ കോളേജ് ജോയിൻ ചെയ്ത് പിന്നെ എനിക്ക് വീഡിയോസ് 1-2 വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട്. പക്ഷെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ മൈസൂരിൽ റെൻറ്റിനായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ റിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ട്രൈപോഡ് പോലും ഉണ്ടായിരുന്നില്ല. അതടക്കം ഞാൻ ഇപ്പോഴാണ് വാങ്ങിയത്. അപ്പം അത് കാരണം നമ്മൾ വീഡിയോസ് എടുത്തു, പക്ഷെ എന്തോ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ നിന്നില്ല. പിന്നെ എനിക്ക് ക്ലാസ് തുടങ്ങി, നിങ്ങൾക്ക് അറിയാമല്ലോ, ലാബായി, മറ്റ് തിയറിയായി, അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര ഒരു സ്ട്രെസ്സായിരുന്നു. അത് കാരണം ഞാനത് ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു എന്ന് പറയില്ല. എനിക്കറിയാം എന്തെങ്കിലും ഞാൻ വീണ്ടും ഇതിനെ പൊടി തട്ടി എടുക്കുന്നറിയാം. പക്ഷെ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തോടെ 2019 ഉപേക്ഷിക്കേണ്ടി വന്ന ചാനൽ ഗൈസ് ഞാൻ 2023 പൊടി തട്ടി എടുത്തിരിക്കുകയാണ്. അപ്പം ഇപ്പം എടുത്തപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ പോലെ 0 ആയിരുന്നില്ല ഞാൻ, കുറച്ചൊക്കെ എനിക്കറിയാം. അപ്പം അങ്ങനെ ആ എഡിറ്റിങ്ങും തംബ്നെയിൽ സെറ്റിംഗൊക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പം എൻ്റെ വീഡിയോസ് എല്ലാം സ്വയമാണ് ഗൈസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഐ ഫീൽ റിയലി പ്രൗഡ് അബൌട്ട് മൈസെൽഫ്. കാരണം അന്ന് എനിക്ക് അറിയാത്ത സമയത്ത് പലവരടുത്തും ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് ഒരു ധാരണയില്ല ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം എനിക്ക് സ്വയം എൻ്റെ എഫേർട്ടിൽ ഞാൻ ഇത്രയും എഡിറ്റിംഗ് പഠിച്ചതിൽ ഭയങ്കര പ്രൗഡാണ് ഞാൻ എന്നെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പം അന്നും ഞാൻ 2019 തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് എഫേർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എഡിറ്റിംഗ് ആപ്സ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അന്ന് കൈൻ മാസ്റ്ററൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ അത് വർക്കൗട്ട് ആയില്ല. കുറേ പേര് അതിലാണ് എഡിറ്റ് ചെയ്യാറ്, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല ഗൈസ്, എനിക്കത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് യൂസ്ഫുള്ളായി തോന്നിയില്ല. പിന്നെയും കുറേ ആപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നെന്തോ എനിക്ക് വർക്കൗട്ട് ആയില്ല. അപ്പോൾ അന്ന് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ചാനൽ ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് അതാണ് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴി പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അതിലൊന്നും നിങ്ങൾ വീണ് പോയാൽ അവിടെ നിന്ന് പോവും. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഗോൾ എത്താൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഗോൺ ബി വർത്ത് ഇറ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഞാൻ വലിയ മോട്ടിവേഷണൽ ടോക്കൊന്നും നടത്തുകയല്ല ഗൈസ്. പക്ഷെ ഞാൻ എന്താ പറയുക, അത്രയും സ്ട്രഗിൾ ചെയ്ത് അന്ന് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. എന്നെക്കൊണ്ട് ഇനി ആവുമോ ഈ എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ക്ലോസ് ടു 2K സബ് ആവാനായിട്ടുണ്ട്. ഒന്നും ഇല്ലാത്തടത്ത് നിന്ന്, അതായത് ഒരു 0 സബിൽ നിന്ന് നമ്മളൊരു 2000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 2K ഫാം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഹ്യൂജ് തിങ് ആണ് ഗൈസ്. കാരണം ഒട്ടും എഡിറ്റിങ്ങോ ഒന്നും അറിയാണ്ട് ഞാൻ ഇവിടെ വരെ എത്താമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എത്തിക്കൂടെ അല്ലേ. സോ ഇഫ് യു ആർ someone who wish to start a YouTube channel or achieve anything in life, go ahead and pursue your dreams. One day for sure you're gonna reach there and it's gonna be worth it. സോ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ 2019 തുടങ്ങി, ഇപ്പം 2024 ഇവിടെ എത്തി നിൽക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വിൽ കം ബാക്ക് വിത്ത് ദ ബാങ്ക്.